പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആ കൂടൽ വിഷയത്തിലൊന്ന് ഇടപെടുകയാണ്. ആദ്യം തന്നെ ജാമ്യം എടുക്കുകയാണ്. വെറുതെ ഒന്നും അറിയാതെ തെറി വിളിക്കരുത്. ആ ആൺകുട്ടികളെ അത്യാവശ്യം ഒരു പെൺകുട്ടി പറഞ്ഞതിനെ തുടർന്ന് പോലീസ് പിടിച്ച് കൊണ്ടുപോയി. സമൻസ് ഒന്നും ഇല്ലാതെ പോലീസ് എന്തിനാ ഇങ്ങനെയൊക്കെ പിടിക്കുന്നത്? അല്ലെങ്കിൽ കുറ്റം തെളിയിച്ചിട്ട് പിടിച്ചാൽ പോരെ? ഇതൊക്കെ പോലീസിൻ്റെ ഭാഗത്തെ ഒരു മണ്ടത്തരം. എന്നാൽ എത്രയോ നല്ല പോലീസുകാരുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യുന്നത്. അതുപോലെ ആ കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് ഒന്നുകിൽ അവരുടെ സ്കൂളിലെ അധ്യാപകരോ അതല്ലെങ്കിൽ നല്ല സൈക്കാട്രിസ്റ്റ് ഒന്നുകൊണ്ട് കാണിക്കരുത്. പിള്ളേരെ കാണിച്ചോ, ഈ ആവശ്യത്തിന് കാണിക്കേണ്ട. നല്ല സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അവരുടെ മനസ്സിന് വീണ്ടും ഒന്ന് ബൂസ്റ്റഡാക്കി കൊണ്ടുവരാനുള്ള ഒരു മാനസിക ബലം കൊടുക്കണം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ബൈപ്പാസിന് വിധേയനായ പയ്യനെയൊക്കെ പോലീസിനെന്താ കണ്ടില്ലേ എന്നെ എനിക്ക് ചോദിക്കേണ്ടി വരുന്നു. കാരണം ആ നെഞ്ചത്ത് അത്ര ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു പയ്യനെ ചൂരവടി കൊണ്ടടിക്കുക, അവൻ്റെ കാലേ ചോട്ടുക, അവൻ്റെ ചെവിക്ക് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യത്വരേതൊന്നുമല്ല. പോലീസുകാർ നിങ്ങൾക്കില്ലേ മക്കളൊക്കെ, ഇങ്ങനെ പറ്റും നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവിനെ അത്യാവശ്യം ഒന്ന് പരിഹരിക്കുക എന്നുള്ളത്, അത് 3 തരം ധർമ്മമുണ്ട് ഇവിടെ. ഒന്ന്, സർക്കാരിനൊരു കടമയുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, ഗുരുക്കന്മാർക്കുണ്ട്, സമൂഹത്തിനുണ്ട്, പോലീസിനുമുണ്ട്. പോലീസിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അപ്പം അത് ഒന്ന് ചെയ്യണമെന്ന് എൻ്റെ അഭ്യർത്ഥന. പിന്നെ ഞാൻ ആ പെൺകുട്ടി, എനിക്ക് അറിഞ്ഞൂടെ പെൺകുട്ടി, ഈ വ്യക്തികളെ ആരും നമുക്കറിഞ്ഞൂടാ. കാരണം കൊച്ചുകുട്ടികളായിട്ട് പേരൊന്നും വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളും എനിക്ക് അറിഞ്ഞൂടാ. ആ സ്കൂളിലെ അധ്യാപകരോടൊക്കെ പറയുക, കുട്ടികളോടൊക്കെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. മാത്രമല്ല, നമ്മളീ ഒരു കൊച്ചുകുട്ടി പോസ്കോ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരു വലിയ വ്യക്തിക്കെതിരെയാണെന്ന് വെച്ചോ, പ്രായത്തിൽ മുതിർന്നൊരു വ്യക്തിയാണെന്ന് വെച്ചോ, ഇത് തെളിയുന്നിടം വരെ അയാൾ അകത്ത് കിടക്കണ്ടേ? കഴിഞ്ഞ അടുത്ത കാലത്ത് കണ്ട് 70-75 ദിവസം കിടന്നൊരു വല്യപ്പനുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ബോധവൽക്കരിക്കണം. പിന്നെ ഈ കുട്ടികളോട് പറയണം, നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ, ഇതിന് ശാസ്ത്രീയമായ പരീക്ഷണമുണ്ട്. തുണി ഉരിഞ്ഞ് വല്ലവരുടെയും മുമ്പിൽ പോയി നിൽക്കണം, അവർ പരീക്ഷണം നടത്തിയിട്ട് നിങ്ങളെ സമ്മതിക്കത്തുള്ളൂ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇനി ഞാൻ പറഞ്ഞത് എൻ്റെ വശമല്ല. ആ പെൺകുട്ടിയെ വിളിച്ച് അത്യാവശ്യം കൗൺസിലിംഗ് കൊടുക്കണം. അവളിതിൻ്റെ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യരുത്. ഒരു ജീവൻ പൊലിഞ്ഞു പോകുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവേറ്റതൊന്നും മാറുന്നില്ലല്ലോ. ഏതെങ്കിലും അധ്യാപകരോ ഏതെങ്കിലും ആ കുട്ടികളുടെ സുഹൃത്തുക്കളോ കുട്ടിയുടെ സുഹൃത്തുക്കളോ മാതാപിതാക്കളോ ആരെങ്കിലും ആ കുട്ടികളുടെ സാരമില്ല, പറ്റിപ്പോയി പരസ്യമായിട്ടൊന്ന്, അല്ല കുട്ടികളോടൊന്ന് പരസ്യമായിട്ട് പോയി ക്ഷമ ചോദിക്കണമെന്നില്ല. പിള്ളേരുടെ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഒന്ന് ക്ഷമ ചോദിച്ചൊക്കെ പറയും. പിന്നെ ആ ആൺപിള്ളേർക്ക് ഇനി പെൺകുട്ടികളോടും സ്ത്രീകളോടും ഒരു അവേർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവേർഷൻ, വെറുപ്പ്. ഇങ്ങനെയൊക്കെയാണോ എന്ന് അല്ല മക്കളെ, നിങ്ങളൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സഹോദരിയെപ്പോലെ, ഭാര്യയെപ്പോലെ, അല്ലെങ്കിൽ ഭർത്താവിനെപ്പോലെ, സുഹൃത്തിനെപ്പോലെ, മക്കളെപ്പോലെയൊക്കെ കരുതുന്ന ഒരുപാട് അമ്മമാരുള്ള നാടാണിത്. ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് തെറ്റിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങളെല്ലാവരെയും വെറുക്കൊന്നും വേണ്ട. അപ്പം ഈ കുട്ടികളുടെ നന്മ നന്നായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കാരണം കൗൺസിലിംഗ് ക്ലാസ്സിലൊക്കെ പോയി ഇരുന്ന് എത്രയോ വിഷയങ്ങൾ കാണുന്നവരാണ് ഞങ്ങളൊക്കെ. 98 മുതൽ ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ നിയമവശമൊക്കെ നിൽക്കട്ടെ. ആ നിയമവശമല്ല ഇവിടെ പ്രധാനം. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എവിടെ കൊണ്ട് ശിക്ഷിക്കും? ദുർഗുണ പരിപാഠശാലയെ കൊണ്ടുവിടാമെന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവിടെ കൊണ്ടുപോയാൽ ഇതിൻ്റെ ഇരട്ടി വികസനമാകത്തുള്ളൂ. പിന്നെ വയലൻ്റ് ആവുന്നവരവിടെ വീട്ടിൽ വെച്ചേക്കാനൊക്കത്തില്ല, അവിടെ കൊണ്ടുവരും. വയലൻ്റ് ആവാത്ത കുട്ടികളൊന്നും അവിടെ വിടരുതെന്ന് എൻ്റെ ചിന്ത. അപ്പോൾ നന്മയുള്ള നല്ല ദിവസം. എങ്ങനെയായാലും ഈ കുട്ടികളെല്ലാം നമ്മുടെ സമ്പത്താണ്, രക്ഷിക്കുക.